കൂട്ടുകാരെ, നമ്മൾ ഇവിടെ ചൂണ്ടയിടാൻ വന്നേക്കുക. വെയിലുണ്ട്. ഇലിയനെ കൊണ്ടുവരാത്തതാണ്. ഇലിയനെ കൊണ്ടുവരാത്തതാണ്. ആയിരുന്നു. സ്പൈഡർ വാങ്ങിച്ചില്ലേ നീ? കൊത്തുണ്ടോ? ഈ ഫോണിൽ ഫോട്ടോ എടുക്കാം. പൊന്നിന്റെ ഫോട്ടോ അമ്മ എടുത്ത് തരാവേ. ഞാൻ കൊടുക്കത്തില്ല. ആൻറ്റിയുടെ മീനൊക്കെ ഉണ്ടടാ. എൻ്റെ വാ തുറന്ന് കണ്ണ് ഇതായി. ഇത്രയും മഹാഭാവം അതിനോട്. എടുത്താൽ മതിയായിരുന്നല്ലേ? എന്തിനാടാ? അവിടെ വെച്ചാൽ മതിയായിരുന്നു. ഓക്കെ ഓക്കെ സെറ്റ്. അമല് നോക്കുന്നുണ്ടോ? അമല് വിട് 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 വിട്. ഒരു നാക്ക് നീ പൊക്കിക്കോ. പൊക്ക് പൊക്ക് പൊക്കോ. കരയ്ക്കുണ്ടോ? കരയ്ക്കുണ്ടോ? എനിക്ക് ഭ്രാന്തായതാണ്. എനിക്ക് ഭ്രാന്തായതാണ്. നാട്ടിൽ മൊത്തം ഭ്രാന്താണ്. ദേ മീൻപിടുത്ത കാര്യം മെൻഷൻ ചെയ്യേണ്ടി വരുമോ? ഞാൻ മെൻഷൻ ചെയ്യേണ്ടി വരുമോ എല്ലാത്തിനും? അത് കാണിക്കേ കാണിക്കേ കാണിക്കേ.
കാണിച്ചാടാ. അയ്യോ ഇതിൻ്റെ ചൂണ്ട അകത്താ ചേച്ചി. മീൻ ഓപ്പറേറ്റ് ചെയ്തെടുക്കണം. ചൂണ്ടക്കട കിട്ടി ഇങ്ങനെ ലോക്കൊക്കെ സംഭവം. പിടിച്ചടാ. മീനുണ്ടോടാ? മീനുണ്ടോടാ? തോന്നുന്നുണ്ട് അകത്താ. ഞാൻ കമ്പ എന്താണെന്ന് പറഞ്ഞത്. ഇത്ര 4 കിട്ടുമായിരുന്ന സെറ്റായിരുന്നു. 4 കിട്ടുന്ന സെറ്റായിരുന്നു. വേറെ നല്ല തല ഇതും പോയി കഴിഞ്ഞാലേ പിന്നെ ഒന്നും കാണത്തില്ല. ഒഴിഞ്ഞിടാ എക്സ്പ്രഷൻ. ഈ വള്ളം എന്നും ഇവിടെ കെട്ടിയിടാവുന്ന സെറ്റ്. അത് സാരമില്ല ചേച്ചി, നമുക്ക് കൊളാബ് ചെയ്യേണ്ടി വരുമോ? നല്ല സ്റ്റൈലിനൊരു ക്യാപ്ഷനൊക്കെ കണ്ടുപിടിക്കണം. അതെ ചേച്ചി, മറ്റേ പേളിമാനയുടെ കൊച്ചു പറയുന്നത് കേട്ടോ ഇപ്പോൾ. എടാ അടി ചോരിക്ക് നോക്കിക്കോണേ. ഈ തൂളിയൊക്കെ ഇങ്ങനെ വന്ന ദിവസത്തിനകത്ത് ഇന്ന് അയച്ചിട്ട് ലാഭമുണ്ട്. വേണം നമുക്ക് ടെൻഷൻ ഉണ്ട്. നമുക്ക് വേറെ അമല് നോക്കുന്നുണ്ടോ? അമല് പൊന്നാ, നീ എങ്ങനെ ചാടാതിരുന്നടാ മീനെ കണ്ടിട്ട്? ചേച്ചി ഇതാ കാടിച്ചു പിടിച്ചിരിക്കുവോ ചേച്ചി? വീഡിയോ ഉണ്ടല്ലോ. അപ്പൊ ആ താവട്ടം കിട്ടും. അവിടെ മീൻ നിൽപ്പുണ്ട്. അവിടെ ഇരുന്നോണം. അങ്ങനെയല്ലേ? അതെ, ശല്യപ്പെടുത്തില്ല. ഇങ്ങോട്ട് നീങ്ങുന്ന ഒന്ന്
2 ഓക്കെ. വേണ്ട വേണ്ട വിട്ടേര്. നീ രക്ഷപ്പെട്ടു വിടട്ടെ. ലൈക്ക് അടിക്കണം, പിന്നെ എല്ലാരും വീഡിയോ കാണാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റ ബൈ. പിന്നെ ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങളുടെ ചാനൽ കാണണം. എത്ര കരിമീൻ കിട്ടി? തൂള് കിട്ടി. 2 കരിമീൻ കിട്ടി. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ പോയി നമ്മളവത്ത് ഉണ്ടാക്കി കഴിക്കും. പിന്നെ ഉണ്ടാക്കി എന്നാൽ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ചൂണ്ടയിടുക. അപ്പം പിന്നെ നമ്മൾ കളിച്ചിട്ട് മീനെ കഴിക്കും. ഓക്കെ. രണ്ട് കരിമീനൂടെ 2 ചേച്ചി പറഞ്ഞു ചെറിയ കരിമീൻ വല്ലോ ആയിരിക്കും. എല്ലാം ചേച്ചി കേട്ടതാ തൂളി വഴിയെ. ഷോറൂമിൽ നിന്ന് വിളിച്ചായിരുന്നു. ഇവിടെ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് എന്റെ ഫോണെ വിളിച്ചു. ഞങ്ങള് 3 നമ്പറാ കൊടുത്തിരുന്നതാ. എന്റേത് ഓഫായിരുന്നു. കാലില് ഇത് ഇതുപോലെ തന്നെ പോസ്റ്റ് ചെയ്യണേ. ചെറിയ മീനായിരിക്കും കിട്ടിയത്. ചേച്ചി വള്ളത്തിലിരുന്നാ മീൻ പിടിച്ചത്. ഞങ്ങളുള്ളോണ്ടല്ലേ പരീക്ഷോണ്ട് പോകും. കാര്യം ചേച്ചിക്ക് ബാലൻസ് ഇല്ലാത്തോണ്ടേ വള്ളത്തെ കയറുമ്പോഴേ മറിച്ചിടും. അതിനെ കൂടെ ചേച്ചി ഞങ്ങളുടെ അവിടുത്തെ ആ കുഞ്ഞുഞ്ഞമ്മ പേരമ്മയില്ലേ ചേച്ചി കണ്ടില്ലായിരുന്നു? ഞാൻ ഇവിടെ മറ്റേ വയമ്പിന് ഞങ്ങൾ വെല്ലു വിളിക്കുന്നു. ഇപ്പൊ പിടിച്ചതല്ലേ ചേച്ചി? അല്ലേ ചേച്ചി? അതെ അതെ. എനിക്ക് ആദ്യം കിട്ടിയിട്ടുണ്ടല്ലേ കടവിൽ നമ്മുടെ അക്കരയില്. എന്തോടെ തിന്നുന്നേ? ക്യാൻഡിമാനോ? അമ്മ ചീവി പറ്റട്ടെ. നോക്കിക്കേ കളിക്കാവേ. നമുക്ക് അമ്മച്ചി അച്ഛൻ നമ്മളെ വരത്തില്ല.
മോനെ അവിടെ പഴയ ഇരിപ്പുണ്ട് എടുത്തില്ലടാ മോനെ അവിടെ പഴയ ഇരിപ്പുണ്ട്. ഇത്ര എക്സ്പ്രഷന്റെ ആവശ്യം എന്തുവാ? ഇത് നല്ലോണം ഉണങ്ങുവാണേലുണ്ടല്ലോ നല്ല സൂപ്പറായിട്ട് ചെത്തിയെടുക്കാം അല്ലേ. അവരോട് തേച്ച് എടുത്താൽ മതി. വള്ളത്തിനടി മീനുണ്ടേ, വള്ളത്തിനടിയിലായിട്ട്. ആണോ? ആ അക്കരെ മീനുണ്ടായിട്ടോ. വരുവാടാ കൊണ്ടുപോകും. ആ കരിമീനൊക്കെ നല്ല സൂപ്പർ ക്ലീൻ ആക്കി ചെത്തി വെട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. തൂളിയൊക്കെ വേണോ? അതല്ലെങ്കിൽ അവന് കൊടുത്തു. തൂള് വെച്ചവന് കൊടുത്തേ. എനിക്കൊരു കരിമീനും കുറുവാപ്പരലും വേണേ. ഈ തൂളി ഇന്നാൾ ഉണങ്ങി ചമ്മന്തിപ്പൊടിയായിട്ട് കൊണ്ടുവന്ന് ഈ കഴിച്ചേട്ടനെ കൊണ്ടിടാങ്ങളാം. പിന്നെ സൂപ്പറായിരുന്നു അറിയാം. ആണോ? ആറ്റുമീനാന്ന് പറയത്തില്ല. അത് ഈ ഒരുപാട് തുള്ളി മീനൊക്കെ കിട്ടുമ്പോൾ അത് ഉണങ്ങുന്നതായിരിക്കും. ഇച്ചിരി പണിയായിരുന്നു നമുക്കല്ലേ. ആ വരുവാണേ 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 വരുവാണേ. മുടി ഇപ്പം കുളിച്ചതേ ഉള്ളൂ.